മോനെ, നീ വീട്ടിലേക്ക് ചെല്ല്. നീ ഒന്നും പറയണ്ട, അമ്മ പറയുന്ന അനുസരിക്ക്. ദേ, ഇന്ന് പൂജയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതിനൊരു പരിഹാരമാവാതെ നിങ്ങൾ ഒന്നിച്ചു കഴിയുന്നത് ശരിയല്ല. മോൻ ചെല്ല്. ജയേട്ടനെങ്കിലും ഒന്ന് പറ ഇവനോട്. ആദ്യമോൻ വീട്ടിലേക്ക് ചെല്ല. ദുർഗേച്ചി എങ്ങാനും കണ്ടാൽ അത് മതി അടുത്ത പ്രശ്നത്തിന്. മോൻ ചെല്ല. ചെല്ല മോനെ. പൂജ കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതല്ലേ? ആര് വിളിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? ആരും വിളിച്ചൊന്നുമല്ല. ഇവള് വിളിച്ചു കയറ്റിയതായിരിക്കും. ഇവളെന്തും ചെയ്യും. അത്ര നെറുകെട്ട ജന്മോ ഇത്. ഇവൾ എന്റെ കുടുംബത്തിൽ കേറിയ കുടുംബം മുടിഞ്ഞു പോവെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ദോഷപരിഹാര പൂജ ചെയ്തത്. അത് മുടങ്ങി. ആ പൂജ പൂർത്തിയാക്കാൻ പോലും ഇവളെ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് അറിയാം. എന്റെ കുടുംബം തകരണം. എന്നോട് ഇവള് പ്രതികാരം ചെയ്യാ. അമ്മേ, എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണെന്ന് കാണിക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാ. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ന്യായമൊന്നും വിളമ്പണ്ട. ഇനി അങ്ങോട്ട് ഇവളുടെ പ്രവൃത്തികൾക്കൊക്കെ നിന്റെ ന്യായം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദുർഗാമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാനും ഈ നിൽക്കുന്ന ആദ്യം തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കരുത്. അതല്ലേ ആവശ്യം? ഈ നിമിഷം ഞാൻ വാക്ക് തരാം. ദുർഗാമ്മയുടെ മനസ്സിൽ ഞങ്ങൾക്ക് എന്ന് ഭാര്യയും ഭർത്താവും എന്ന സ്ഥാനം ലഭിക്കുന്നു, അന്ന് മാത്രമേ ഇനി ഞങ്ങൾ ജീവിതം തുടങ്ങൂ. ഇത് സത്യം. വെറും വാക്കല്ല, എന്റെ സത്യം. ദുർഗാമ്മയുടെ സമ്മതം ഞാൻ നേടും. അതിനെ ഞാൻ മരിക്കണം. ഇല്ല ദുർഗാമ്മ. എടാ, നിന്റെ അമ്മ തുളസി അംഗീകരിക്കുന്ന കാലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഭാഗ്യം കൊണ്ടാ നിങ്ങളുടെ കല്യാണം നടന്നു തന്നെ. ഇനിയും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ലെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിയാ? ഞാനല്ലല്ലോ, തുളസിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എടാ, നിനക്ക് തുളസി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? എടാ, നിങ്ങൾക്ക് തുളസി അറിയുന്നതല്ലേ? അവളൊരു തീരുമാനം എടുത്ത പിന്നെ അതിൽ നിന്ന് പിന്മാറില്ല. എടാ, ശരിക്കും പറഞ്ഞല്ലേ നിന്റെ അമ്മയുടെ അതേ സ്വഭാവ തുളസിക്ക് അല്ലേ? നിന്റെ സ്ഥാനത്തെ ദുർഗാന്റിക്ക് ജനിക്കേണ്ടത് തുളസിയായിരുന്നു. സത്യമാണ്, തുളസിയുടെ അമ്മ ദുർഗാമ്മയാ. ദുർഗാമ്മയുടെ ദേഷ്യവും പിടിവാശിയും തുളസിക്കുമുണ്ട്. എടാ, നീ എന്താടാ ഈ ആലോചിക്കുന്നത്? ഇതുവരെ സംഭവിച്ചതെല്ലാം നിനക്കും തുളസിക്ക് അനുകൂലമാണ്. പിടിവാശി കളഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്കടാ. എടാ, വിവാഹിതരായ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിവിടെ ആരും തടയാനൊന്നും പോകുന്നില്ല. എടാ, ഇത് അവകാശത്തിന്റെ പ്രശ്നമല്ലടാ. ഇവിടെ പ്രശ്നം സ്നേഹ. എടാ, എന്റെ അമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ നിഷേധിച്ച എടാ അത് വലിയ കുഴപ്പമുണ്ടാക്കുക. എടാ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, പുറത്തു പറയാൻ കഴിയാത്ത വേറെ ചില പ്രശ്നങ്ങളുണ്ട്. വേറെ എന്ത് പ്രശ്നമാടാ? എടാ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. തുളസി പോലും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ചടങ്ങ് നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടല്ലോ.
നിന്റെ മകൾക്ക് അതിനുള്ള യോഗമില്ല. അവളെ കല്യാണം കഴിക്കരുതെന്ന് പല ജ്യോത്സ്യന്മാരും പറഞ്ഞതാ. പ്രസാദേട്ട അതൊന്നും അപ്പൊ കേട്ടില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് നാണം കെടരുതല്ലോ എന്ന് വിചാരിച്ച് ആ ചടങ്ങിന് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനും സമ്മതം മൂളി. പക്ഷേ ഇവിടെ ഗൃഹപ്രവേശനത്തിന് വന്നപ്പോ കണ്ടില്ലേ എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിച്ചേ. പക്ഷെ ചേച്ചി, അതിന്റെ പരിഹാര പൂജ ചെയ്താ പോരെ? നമ്മുടെ കുട്ടികളല്ലേ. കല്യാണം കഴിഞ്ഞിട്ടും 2 വീടുകളിലായി അവരെത്ര നാളെ ഇങ്ങനെ കഴിയ? പ്രിയക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ? ദോഷപരിഹാര പൂജ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ വീട്ടിൽ ഇനിയും പൂജ നടത്തിയാൽ ശരിയാവില്ലെന്നാ തിരുമേനി പറഞ്ഞത്. ഇവിടെ വേണ്ട, നമുക്ക് അവിടെ പൂജ നടത്താം. ഗൃഹപ്രവേശം അതിനുശേഷം ആവല്ലോ. ഓ എന്റെ പ്രിയ, നീ എന്ത് വിഡിത്തരോ ഈ പറയുന്നേ? നിന്റെ മകളാ വിവാഹിതയായത്, മകനല്ല. ആൺകുട്ടിയുടെ അമ്മയാ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. നിനക്ക് ആൺകുട്ടി ഉണ്ടാവാത്തത് എന്റെ തെറ്റല്ല. എന്റെ മകന്റെ എന്റെയും സ്നേഹവും അടുപ്പവും കണ്ട് നീ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവനെ എനിക്ക് ദൈവം തന്നതാണ്. ദൈവമല്ല, ഞാൻ അവനെ തന്നത്. ഒരമ്മയും ചെയ്യാത്ത കാര്യം ചെയ്ത് എനിക്ക് ദൈവം തന്ന ശിക്ഷയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നത്? അടുത്ത തന്ത്രം മെനയാണോ? ദുർഗേച്ചിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. കഴുത്തിൽ താലി കെട്ടി എന്റെ മോളെ ഗൃഹപ്രവേശത്തിന് അനുവദിക്കാതെ പുറത്ത് നിർത്തരുത്. നീ നല്ല കൗശലക്കാരിയാണെന്ന് എനിക്കറിയാം. നിന്റെ വിജയത്തിന് വേണ്ടി നീ ആരുടെയും കാലും പിടിക്കും, സഹതാപം അഭിനയിക്കും. കാണുന്നവർക്ക് നിന്നോട് ദയ തോന്നും. പക്ഷേ ഈ ദുർഗയ്ക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും എന്റെ മുമ്പിൽ വില പോവില്ല. ദുർഗേച്ചി, ധിക്കാരം പറയാണെന്ന് കരുതരുത്. എന്റെ മോളുടെ ജാതകദോഷം തീരാൻ ഞാൻ ദോഷപരിഹാര പൂജ ചെയ്യും. അവളും അവളുടെ ഭർത്താവും ആ പൂജയ്ക്ക് ശേഷം ഒരുമിച്ച് ജീവിക്കണം. അതിന് ദുർഗേച്ചി എതിര് നിൽക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. എല്ലാവരും കൂടി ചേർന്ന് എന്നെ തനിച്ചാക്കുകയല്ലേ? അയക്കൂ. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒത്തുചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയ ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മം പോലെ ഞാൻ ഒറ്റപ്പെട്ടു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ആരൊക്കെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷേ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ആ നീയും കൂടി എന്നെ അറിഞ്ഞില്ലെങ്കിൽ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷേ നീ തിരിച്ചു വരുമ്പോ കാണുന്നത് എന്റെ ശവമായിരിക്കും. നീ എന്താ മിഴിച്ചു നിൽക്കുന്നത്? പോന്നില്ലേ? പൊയ്ക്കോ. പോയി പൂജയിലോ കർമ്മത്തിലോ എന്തിനു വേണമെങ്കിലും പങ്കെടുത്തോ. ഞാൻ പോകുന്നില്ല.
ആദ്യം വരില്ലമ്മേ. വരില്ലെന്നോ? ദുർഗാമ്മ സമ്മതിക്കുന്നില്ല. അവനെ ഭീഷണിപ്പെടുത്തി വീട്ടിനകത്ത് ഇരുത്തിയിരിക്കുക. എന്റെ ഈശ്വര, ആദ്യമോ വരാതെ എങ്ങനെ പൂജ നടത്തുക? നിങ്ങൾ രണ്ടുപേരും മുഴുവൻ സമയം പങ്കെടുക്കേണ്ട പൂജയാ. ഞാൻ ആദ്യം വിളിക്കാം. മോൾ ആ ഫോണിൽ തന്നെ. വേണ്ടമ്മ, ഇനി ആദ്യം വിളിച്ച് അവനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ദുർഗാമ്മയെ ധിക്കരിച്ചിറങ്ങിയ അവർ ആത്മഹത്യ ചെയ്യുന്ന ആദ്യോട് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഭ്രാന്ത. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? സ്വന്തം മക്കളുടെ ജീവിതം വച്ചാൽ അവർ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. ചേട്ടാ, നമ്മളിപ്പോ എന്താ ചെയ്യ? ആദ്യേട്ടാ, ജ്യൂസ്. നിന്നോടാരും എനിക്ക് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ കൂടുതൽ സ്നേഹപ്രകടനമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ആദ്യേട്ടന് എന്തിനാ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഇത് കാണുമ്പോ എനിക്ക് എന്ത് വിഷമാന്നറിയോ? അതെ, എന്റെ കാര്യത്തിൽ നീ കൂടുതൽ വിഷമിക്കണ്ട. അല്ല, ഒരു കാര്യം എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് എന്റെ വീട്ടിൽ വിട്ടൂടെ? ആദ്യേട്ടാ, ദുർഗാന്റി പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാമൂസും ദുർഗാന്റിയും പറഞ്ഞിരിക്കുന്നത് ആദ്യേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത് തന്നെയാ. ഇടി പൊട്ടി, എന്റെ കല്യാണം കഴിഞ്ഞാൽ നീ കണ്ടതല്ലേ? ഇനി ഞാൻ വീണ്ടും കല്യാണം കഴിക്കുമെന്നാണ് നീ കരുതിയിരിക്കുന്നത്? അത് ആദ്യേട്ടാ, ഞാൻ പറയുന്നോണ്ട് ആദ്യേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. ദുർഗാന്റി ആദ്യേട്ടനെയും തുളസിയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്ന ആദ്യേട്ടൻ കരുതുന്നുണ്ടോ? ഒരിക്കലും നടക്കാത്ത കാര്യം അത്. ഒരു കാപ്പി എടുത്തേക്ക്. ചിലർക്കൊരു തോന്നലുണ്ട്, ഈ ദുർഗയെ അങ്ങ് പേടിപ്പിക്കാമെന്നും തോൽപ്പിച്ചു കളയാമെന്നും. ദുർഗ എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് സ്വയം പിന്മാറിക്കൊടുത്തതാ, അല്ലാതെ ആരുടെയും ഭയപ്പെടുത്തല് തോൽവി സമ്മതിച്ചൊന്നുമല്ല. എന്താടോ ഇപ്പൊ പുതിയ പ്രശ്നം? പ്രശ്നം പുതിയതല്ലല്ലോ, പഴയത് തന്നെയല്ലേ. ഈ വീട്ടിൽ വെച്ച് നടത്തേണ്ട ഗൃഹപ്രവേശന ചടങ്ങും അതിന്റെ ദോഷപരിഹാര പൂജയും പ്രിയയ്ക്കും അവളുടെ മകൾക്കും അവരുടെ വീട്ടിൽ വെച്ച് നടത്തണം. ഗൃഹപ്രവേശന ചടങ്ങും അവിടെ നടത്തണമെന്ന്. അപ്പോ എന്റെ മകൻ അവളുടെ മകനാണെന്നാണോ അവൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രസവിച്ച് ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ മോനെയാ അവളിപ്പോ അവളുടെ മകളെ കാണിച്ച് മയക്കെടുക്കാൻ നോക്കുന്നത്. എടോ, ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ആദ്യം തുളസിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു താലി കഴുത്തി കെട്ടിയത് കൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവും ആവില്ല. അവളുടെ കഴുത്തിൽ ആ താലിക്ക് വലിയ ബലമൊന്നും ഞാൻ കാണുന്നില്ല. ഒന്നാമർത്തി വലിച്ച പൊട്ടി അടർന്ന് വീഴാവുന്നതേയുള്ളൂ. ദുർഗ, അഗ്നിയും ദൈവങ്ങളെയും സാക്ഷി നിർത്തി മന്ത്രങ്ങളും മനസ്സിലെ പ്രാർത്ഥനകളും കൊണ്ടാ ഓരോ വിവാഹം നടക്കുന്നത്. അതിന്റെ പവിത്രതകളൊന്നും വരില്ല ലോകത്ത് മറ്റൊന്നിനും. എടോ, താനിപ്പോ പൊട്ടിച്ചെറിയെന്ന് പറഞ്ഞില്ലേ, അത് മഹാപാപോ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പവിത്രത കൊണ്ടല്ലേ ലോകത്ത് ഡിവോഴ്സുകൾ നടക്കുന്നത്? കല്യാണം കഴിഞ്ഞ ചേരാത്ത ബന്ധമാണെങ്കിൽ അർത്ഥം മാറ്റണം. താൻ എന്തായി ഉദ്ദേശിക്കുന്നത്? ഏതൊരു മനുഷ്യനും സമനില തെറ്റുന്നൊരു മുഹൂർത്തമുണ്ട്. അതായിരുന്നു എനിക്കത്. ആഗ്രഹിച്ചതും നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള കല്യാണം ചന്ദ്രദാസൻ നടത്തില്ല എന്ന് വന്നപ്പോ മനസ്സിന് മേലുള്ള എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ ഒരു ഒറ്റ നിമിഷത്തെ വാശിയിലായിരുന്നു എന്റെ മോന്റെ കല്യാണം നടത്തണമെന്നുള്ളത്. അങ്ങനെയാ നിങ്ങളുടെ മരുമകളുടെ കഴുത്തില് നമ്മുടെ മോൻ ആ മഞ്ഞ ചരട് കെട്ടിയത്. എന്റെ പൊന്നു ദുർഗ, ആ മഞ്ഞ ചരട് ദിവ്യോ. രണ്ടു പേരുടെയും അവരുടെ അനന്തര തലമുറകളെയും ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഒരു നൂലാത്. ഇഷ്ടത്തിന്റെയും ത്യാഗത്തിന്റെയും അർത്ഥം അതിനുള്ളത്. അതൊക്കെ
അർഹിക്കപ്പെടുന്നവരണിയുമ്പോ ഭൂമി കിടക്കുന്ന കല്ലുകളെല്ലാം ശ്രീകോവിലിന്റെ പ്രതിഷ്ഠയായിട്ട് മാറാറൊന്നുമില്ല. എന്റെ മകൻ ആദിക്കും അവന്റെ ഭാര്യ പദവിക്കും ഒരു വിലയുണ്ട്. അത് നിങ്ങൾ പോലീസിന്റെ നിയമം, ഇത് ഈ വീട്ടിലെ എന്റെ നിയമം. ഞാൻ പറയുന്നതും ആഗ്രഹിക്കുന്നതും മാത്രമേ ഇവിടെ നടക്കൂ. എടോ, തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാം തന്റെ കീഴിലാണെന്നുള്ളൊരു തോന്നൽ തനിക്കുണ്ട്. അതുകൊണ്ട് താൻ പറയുന്നതിനപ്പുറം ഇവിടെ ആരും ഒന്നും ചെയ്യില്ല എന്നും പറയില്ല എന്നും താൻ കരുതുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല. ഈ ദുർഗയുടെ ലോകമാണിത്. ഇങ്ങനെ സ്വയം വിഡ്ഢിയാവരുത് ദുർഗ. എടോ, ആദി തുളസിയുടെ ഭർത്താവാണ്. അവൻ അവൾക്കൊപ്പം ഇറങ്ങിപ്പോയാലേ നമുക്കാർക്കും അവനെ തടയാനാവില്ല. ഇറങ്ങിപ്പോവാനോ? ആദിയോ? എന്റെ മോൻ അതൊരിക്കലും നടക്കും. പ്രശ്നം എന്താണെന്നറിയില്ല. മോളെ, പ്രസാദ് മാമന്റെ വീട്ടില് ചാനലുകാര് വന്നിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. ചേട്ടാ, നമുക്കൊന്നും അങ്ങോട്ട് പോവാം. എന്തിനാ ചാനലുകാരൊക്കെ അവിടെ വന്നിരിക്കുന്നെന്ന് അറിയാലോ. എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒരാപത്ത് വരുമ്പോ ദേഷ്യവും പിണക്കമൊന്നും കാണിക്കുന്നത് ശരിയല്ല. സാധാരണക്കാരുടെ വീടായിരുന്നെങ്കിൽ ഈ പറയുന്നൊക്കെ ശരിയാ. ഒരു അപകടം വരുമ്പോ നമ്മൾ അയൽപ്പക്കക്കാര് ചെല്ലണം. പക്ഷെ ഇവിടെ അതാണോ സ്ഥിതി? നമ്മളിപ്പോ അങ്ങോട്ട് പോയാ ദുർഗാമ്മ നമ്മളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇതിനു മുമ്പ് നമ്മളിത് അനുഭവിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ തുളസി. ചേട്ടാ, ഹലോ ജയന, ACPയുടെ വീട്ടിലെന്താ ചാനലുകാരൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ലല്ലേ? ഒന്ന് അന്വേഷിക്കണേ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഒന്ന് വിളിച്ച് പറയണം. ആർക്കും ഒന്നും അറിയില്ല. ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. ആ ചന്ദ്രദാസും ആതിരയും എന്തെങ്കിലും പ്രതികാരം ചെയ്യുന്നതായിരിക്കോ? ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോന്ന് ഊഹിച്ചിട്ട് എന്താ കാര്യം ചെയ്യട്ട? നമുക്ക് അങ്ങോട്ട് പോവാം. പ്രസാദേട്ടൻ എന്റെ കൂടെപ്പിറപ്പല്ലേ. ഒരാപത്ത് വരുമ്പോ കൂടെപ്പിറപ്പുകളല്ലേ ഒപ്പം നിൽക്കണ്ടേ? മോളെ, നീയും കൂടെ വാ. ഞാൻ വരാം. പക്ഷേ ഇപ്പൊ ആ വീടിന്റെ പടി ചവിട്ടാനുള്ള അനുമതി എനിക്കില്ലാന്നുള്ള കാര്യം അമ്മ മറക്കണ്ട. നമ്മൾ ആരും ആ വീടിനകത്ത് കയറുന്നില്ല. മുറ്റത്ത് നിൽക്കാലോ. എന്താ കാര്യം നമുക്ക് അന്വേഷിക്കാം. ആ ചേട്ടാ, നമുക്ക് ഇറങ്ങാം. എനിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം പ്രിയ. നീ തുളസിയും കൂട്ടി അങ്ങോട്ട് പൊയ്ക്കോ. ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കാം. മോളെ, നീ അമ്മയുടെ കൂടെ ചെല്ലേ. അച്ഛാ, ആ വീടിന്റെ പടി ചവിട്ടാൻ പറ്റില്ല. വീട്ടിനകത്തൊന്നും കേറണ്ട. വെളിയിൽ നിന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞാ മതി. ആ മോളെ, വാ. ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എന്തിന്റെ പേരിലാണ് ഈ റെയ്ഡ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അനധികൃതമായി നിങ്ങൾ സ്വത്ത് സമ്പാദിച്ചതായി സംശയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ നിങ്ങളുടെ മകന്റെ വിവാഹം നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളോടെ നടത്തിയതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ കൃത്യമായി IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണ്. അവിടെയാണ് മിസ്റ്റേക്ക്. നിങ്ങളുടെ സാലറിയും ഇപ്പോ ഈ കല്യാണത്തിന് ചിലവാക്കിയ വലിയ എമൗണ്ടും ടാലിയാകുന്നില്ല. എവിടുന്നാ പണം? പറയണം മിസ്റ്റർ ACP. സർ, ഞങ്ങള് കുടുംബപരമായി തന്നെ ഫിനാൻഷ്യലി സൗണ്ടാണ്. ആ ക്യാഷാണ് മാരേജ് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിച്ചത്. എന്ത് തരത്തിലുള്ള പണമാകും? കൃഷിയിൽ നിന്നുള്ളതാണോ അതോ ബിസിനസ്സിൽ നിന്നാണോ?
വീട്ടിലെ അലമാരയിൽ ഒരു ഫയലുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വരണം. വേഗം വേണം, വെരി അർജന്റ്. ഞാൻ മാമന്റെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പണത്തിന്റെ സ്രോതസ്സ. എവിടുന്ന് കിട്ടിയെന്നുള്ളതിന്റെ തെളിവ് വേണം. കൃത്യമായ തെളിവുകൾ നൽകിയാൽ റെയ്ഡ് ഒഴിവാക്കാൻ പറ്റും. തെളിവുകളെന്ന് പറഞ്ഞ ഞങ്ങള് അങ്ങനെയൊന്നും സൂക്ഷിച്ചിട്ടില്ല. ഇവിടെ നീ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം താങ്ക്സ് ഡാ. ശരി. എക്സ്ക്യൂസ് മീ സർ. യെസ്. വിവാഹത്തിന്റെ എക്സ്പെൻസിനുള്ള ക്യാഷ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ മുഴുവൻ തെളിവുകളും ബില്ലുകളും ഈ ഫയലിലുണ്ട്. നിങ്ങൾ ഈ വീട്ടിലെ ആരാണ്? പറയൂ. കണക്കുകൾ തരേണ്ടത് ഈ വീട്ടിലെ അംഗങ്ങളോ ഉത്തരവാദിത്വപ്പെട്ടവരോ ആണ്. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൂ. ഇവള് എന്റെ മകന്റെ ഭാര്യയാണ്. കാണിച്ചു തരാം സർ. ഇതെന്റെ അമ്മ പ്രിയ. എന്റെ അമ്മ പ്രിയയ്ക്ക് വിവാഹ സമയത്ത് മാതാപിതാക്കൾ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ എന്റെ വിവാഹം നടത്താനായി വിറ്റതിന്റെ കണക്കുകളാണിത്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ കുറച്ച് സ്ഥലം ബാങ്കിൽ പണയം വെച്ച് ഞങ്ങൾ ലോൺ എടുത്തു. ഈ തുകയെല്ലാം പ്രസാദ് മാമനെ ഏൽപ്പിച്ച ഈ വിവാഹം നടത്തിയത്. മാത്രമല്ല എന്റെ അച്ഛന്റെയും പ്രസാദ് മാമന്റെയും PF ൽ നിന്ന് ലോണും എടുത്തിട്ടുണ്ട്. സർ, ഒരു മിനിറ്റ് വരൂ. പ്ലീസ് കം. അമ്മ ഒന്ന് പിടിച്ചു. ഒരാളെ നമുക്ക് വെറുക്കാം, ആക്ഷേപിക്കാം. പക്ഷേ അവരിൽ നന്മയുണ്ടെങ്കിൽ, അവര് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ നമ്മളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് തുളസിയാടോ. തന്നിൽ നിന്നൊരു നല്ല വാക്ക് ഇവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദുർഗയുടെ മനസ്സിൽ നിന്നോടുള്ള നന്ദിയുണ്ട്. പക്ഷേ അവളത് പുറത്തു കാണിക്കില്ല. അതാണല്ലോ പ്രശ്നം. അറിയാട്ട. പോവാം. വാ. തുളസി പോവാണോ? കയറുന്നില്ലേ? അമ്മയെ കൊണ്ട് നിലവിളക്ക് എടുപ്പിച്ചോണ്ട് വരാൻ പറ്റുമോ? എങ്കിൽ ഞാൻ നിൽക്കാം. ഗൃഹപ്രവേശവും നടത്താം. ചടങ്ങുകളൊക്കെ അതുപോലെ നടക്കണം മോനെ. ഗൃഹപ്രവേശം എല്ലാ പരിഹാര പൂജകൾക്കും ശേഷം മതി. അതെ, ഞാനങ്ങ് അന്തം വിട്ട് നിന്നുപോയി ചേട്ടാ. നമ്മുടെ മകള് തുളസി തന്നെയാണോ ആ ഇൻകം ടാക്സുകാരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഞാനങ്ങ് സംശയിച്ചു പോയി.
അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടല്ലേ ഇവളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ആ ഇൻകം ടാക്സുകാർക്ക് ഒരു മറുപടിയും പറയാനുണ്ടായില്ല. ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ഗൃഹപ്രവേശന ചടങ്ങ് നടക്കാതെ വധുവിന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അതാണ് നിയമം, അതാണ് ആചാരം. ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിച്ച് നടക്കുന്നവരെ ദൈവം വെറുതെ വിടില്ല. എന്റെ മകന്റെ മേൽ ദൈവകോപം വന്ന് പതിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കില്ല. കേറിപ്പോടാ. എടി, ആദ്യേ അവന്റെ അമ്മ വിട്ടിട്ടുണ്ടാവില്ല. തുളസി, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാനൊന്നും വിളിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞല്ലേ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി കഫേയിൽ പോവാന്ന്. എടി, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ആദ്യം മനഃപൂർവ്വം വരാത്തതാണെന്ന്. അവന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ദുർഗാമ്മയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ആദ്യം എന്താ ഇങ്ങനെ കാണിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. കല്യാണത്തിന് മുമ്പ് എന്നോട് സംസാരിക്കാനും എന്റെ ഒപ്പം വരാനും അവന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഇതാണ് മോളെ മദർ ഇൻ ലോ സിൻഡ്രോം. നിന്റെ അമ്മായിയമ്മ, അതായത് ദുർഗാമ്മ, ആദിയുടെ മുന്നില് നല്ല സെന്റി പ്ലാൻ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. സെന്റി പ്ലാനോ? ആ, കല്യാണം കഴിയുന്ന എല്ലാ ആൺമക്കളുടെയും മുന്നില് അമ്മമാര് നടത്തുന്ന ഒരു നാടകം അത്. നിനക്കിപ്പോ ഭാര്യയെ കിട്ടി, എനിക്ക് നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സെന്റിമെന്റ്സ് ഡയലോഗ് അങ്ങ് കാച്ചും. അതോടെ ഒരുമാതിരിപ്പെട്ട ആൺമക്കളൊക്കെ അങ്ങ് തകരും. അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അമ്മ കഴിഞ്ഞേ ഉള്ളൂ ഭാര്യ എന്നൊക്കെ അവര് പറയും. ഈ നാടകമായിരിക്കും നിന്റെ ദുർഗാമ്മയും ആദിയുടെ മുന്നിൽ കളിച്ചിട്ടുണ്ടാവുക. അവര് നാടകമോ ഡാൻസോ കളിക്കട്ടെ, എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീയും ആദ്യം കല്യാണം കഴിഞ്ഞിട്ടും ഒരു വീട്ടിൽ താമസിക്കാതിരുന്നാൽ എങ്ങനെയാ? അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. തുളസി, നിന്റെ പിടിവാശി ഇക്കാര്യത്തിലുണ്ട്. ദുർഗ ആന്റി അംഗീകരിക്കുന്ന ഒരു ദിവസമേ ജീവിതം തുടങ്ങുമെന്നൊക്കെ നീ എന്തിനാ പറഞ്ഞത്? ഞാനിത് വെറുതെ പറഞ്ഞൊന്നുമല്ല. അവരുടെ വാശി പോലെ തന്നെ എനിക്കും എന്റേതായ തീരുമാനമുണ്ടെന്ന് അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആരും ആരുടെ അടിമകളൊന്നും അല്ലല്ലോ. എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. ഇനിയെങ്കിലും ദുർഗാമ്മ അത് മനസ്സിലാക്കണം. ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യം അത്. അവരെ മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഞാൻ മാറ്റിയെടുക്കും. അതെന്റെ ഒരു വാശിയാ. അവർക്ക് എന്നോടുള്ള ദേഷ്യം ഞാൻ തന്നെ ഇല്ലാതാക്കും. തുളസി, നീ നടക്കുന്ന കാര്യം വല്ലതും പറയും. ഇല്ലാത്ത പാമ്പിനെ ഇരുട്ട് മുറിയിൽ തിരയുന്നത് പോലെ ഓരോന്ന് ചിന്തിച്ചും പ്രവർത്തിച്ചും നിങ്ങളുടെ ജീവിതം കളയരുതെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാ നിങ്ങളുടെ ഈ വിവാഹം നടന്നത്. ഇനി വേണ്ടത് ഒരു കുടുംബവും കുട്ടികളും ഒക്കെയാ. അല്ലാതെ ദുർഗാന്റിയോടുള്ള വാശി കൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കരുത് നീ. നമുക്ക് നോക്കാം. ചിലരെ നന്നാക്കിയെടുക്കാൻ ചിലർക്ക് കഴിയും. ദുർഗാമ്മയെ നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. ഞാനത് കൃത്യമായിട്ട് ചെയ്യും. ആദിക്കും മാമനും ഈ തുളസിയുടെ കഴിവെന്തെന്ന് അപ്പോഴേ മനസ്സിലാവൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അമ്മേ. മോനെ, അല്ല ഇതെന്ത് ബൈക്കിൽ തന്നെ ഇരിക്കുന്നത്? ഭാര്യ വീടിന്റെ വാതിക്ക് വരെ വന്നിട്ട് ഇറങ്ങാതെ മുങ്ങാന്ന് വിചാരിക്കുക. വാ വാ വാ, ഇറങ്ങ. വാടാ. വരാമേ, അമ്മ കയറിക്കോ. വാ.
മോളെ തുളസി, ദേ നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നു. വേഗം ഇറങ്ങി വാ. വരുന്നു. അതെ, നവവരൻ നവവധുവിനെ കാണാതെ അങ്ങനെ അങ്ങ് പോകുന്നത് ശരിയാണോ? അതെ, നിങ്ങളെ നവദമ്പതികള് സംസാരിക്കും. ഞാനിപ്പോ വരാം. ജയേട്ടാ, ദേ മരുമകൻ വന്നിരിക്കുന്നു. ഇതെന്താ കാന്താരി പെട്ടെന്ന് ഒറ്റ മന്ദാരം പോലെ ഒതുങ്ങി നിൽക്കുന്നത്? പറയട്ടെ. പറയ്. അത് ഇപ്പൊ നമ്മള് പഴയ ആദ്യത്തിനും തുളസിയൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ ആദ്യം എന്റെ ഭർത്താവല്ലേ, അതുകൊണ്ടൊന്നും ഒതുങ്ങിയതാ. ഓ, ഭാര്യ എന്ന് വെച്ചാ സഹധർമ്മിണിയാണെന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത്. അതിന്റെ അർത്ഥേ അച്ഛൻ അമ്മയോട് പറയുന്ന കേട്ട് ഞാൻ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. എന്താ കഴിക്കാത്ത? കഴിക്ക. ദേ, കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കണം. ഭർത്താവിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതേ ഭാര്യയുടെ ഉത്തരവാദിത്വം. ഓ, പുതിയൊരു ഭാര്യ അവതരിച്ചിരിക്കുന്നു. കളിയാക്കൊന്നും വേണ്ട. എന്തേ, ഞാൻ ഭാര്യയല്ലേ? എന്റെ കഴുത്തില് താലി കെട്ടിയവനാ ഇനി എന്റെ ദൈവം. കഴിക്കൂ. ഒരു കാര്യം, നീയും കൂടെ എന്റെ പേരെന്ന് കഴിക്കുക. അയ്യോ, ദൈവത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ പാപമല്ലേ? കഴിക്കാം ആദ്യേട്ടാ. അയ്യേ, ആദ്യേട്ടനാ? ഓ അതെ, ആദ്യേട്ടൻ. എന്റെ ആദ്യേട്ടൻ. എന്നെ അങ്ങനെ ഒന്നും വിളിക്കണ്ട. എന്നെ നീ പഴയതുപോലെ ഇടാപെടാന്ന് വിളിച്ചാൽ മതി. അയ്യോ, ഇനി ഞാൻ അങ്ങനെ ഒന്നും വിളിക്കില്ല. ഭർത്താവിനെ ഇടാന്നൊന്നും വിളിക്കാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാ. അതെ, ഈ ബഹുമാനമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മതി. ഇപ്പോഴേ ഞാനും നീയും പഴയ ആദ്യത്തിനും തുളസി മാത്ര. അതുകൊണ്ട് വിളിക്കണേ, ഇടാന്ന് വിളിക്കടി. അയ്യോ, ഇനി ഞാൻ അങ്ങനെ ഒന്നും വിളിക്കില്ല. ഭർത്താവിനെ ഇടാന്നൊന്നും വിളിക്കാൻ പാടില്ല. വിളിക്കില്ല നീ? ഇല്ല. പറയടി. നിന്നോട് ഇതാരാ പറഞ്ഞേ? റിയലി? ശരി, ഞാൻ നിന്നെ വിളിക്കാം. ദുർഗാന്റി, ദുർഗാന്റി. അതിരെ ഡാഡിക്കല്ല, എനിക്കാ പറ്റാൻ പോകുന്ന. ഡാഡി, എനിക്ക് വേറെ കല്യാണം ആലോചിക്കുക. വേറെ കല്യാണോ? എന്നോട് ആരാ ഇത് പറഞ്ഞത്? എന്റെ ഫ്രണ്ട് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ ആന്റി. അവളുടെ ഒരു കസിനെ ഡാഡി എനിക്ക് വേണ്ടി ആലോചിച്ചു. ചന്ദ്രദാസിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാണല്ലോ. പിന്നെന്താ? ഡാഡിക്ക് വാശി ആന്റി. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡാഡിക്ക് എന്തോ ഇൻസൾട്ട് പോലെയാ. എത്രയും വേഗം എന്റെ കല്യാണം നടത്തണം, അതാ ലക്ഷ്യം. അതൊന്നും നടക്കാത്ത കാര്യമാ. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കാം. സമയം പോകുന്ന അറിയില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. എന്താ ഇത്ര ധൃതി? തുളസി,
നിന്റെ അമ്മയല്ലല്ലോ എന്റെ അമ്മ. നിന്റെ അമ്മയ്ക്ക് നീ സ്നേഹമുള്ള മകളാ. എന്റെ അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ മാത്രം മകനാ. മറ്റാർക്കും എന്റെ മേൽ അവകാശം പാടില്ല. അത് വകവെച്ച് കൊടുക്കുന്നവര് അമ്മയുടെ ചങ്ങലയിൽ തന്നെ കിടക്കും, വളർത്തു പട്ടിയെ പോലെ. എടീ, നീ ചൂടാവുമ്പോഴാ കാണാൻ ഏറെ ഭംഗി. എന്നാ പിന്നെ ഞാൻ ഏതു നേരവും എന്റെ ഭർത്താവിനോട് ചൂടായിക്കൊണ്ടിരിക്കാം. അയ്യോ, ദൈവത്തെ ഓർത്ത് ചതിക്കല്ലേ. ദേ, എന്റെ അച്ഛന്റെ അനുഭവം എനിക്കുണ്ടാവരുത്. അതില്ല. എന്നെങ്കിലും ദേവമംഗലത്തെ കുടുംബിനിയായി ഞാൻ താമസിക്കുമ്പോഴേ അവിടെ എനിക്ക് വഴക്ക് പിടിക്കാൻ എന്റെ നിത്യശത്രു ഉണ്ടല്ലോ. അപ്പോ നീ കരുതിക്കൂട്ടി തന്നെയാ അല്ലേ? ഇല്ല. എനിക്കൊരു ഇറ്റ് സ്നേഹം തന്നാ മതി. ഒരു കടലോള സ്നേഹം ഞാൻ തിരികെ കൊടുക്കും. നിന്റെ സ്നേഹത്തിന്റെ ഏക അവകാശി ഞാനാ. അത് ഞാൻ മാത്രമാ. നീ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം. ഓട്ടെ. എന്താ പ്രിയ ഇത്? ജയം പറഞ്ഞ നിനക്ക് അനുസരിച്ചൂടെ? ഏട്ടാ, ഇത് വഴിപാടായതുകൊണ്ടാ. വഴിപാടൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇത് ശയനപ്രദക്ഷിണമല്ലേ? ആദിമോനും തുളസിമോളും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാട് ഏട്ടാ ഇത്. ഞാനിതൊന്നും നടത്തിക്കോട്ടെ, ഏട്ടനെ എതിര് പറയരുത്. എന്റെ പ്രിയെ, നിന്റെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയതല്ല ഈ ശയനപ്രദക്ഷിണം. അല്ല, ഇതിനു പകരം എത്രയോ വഴിപാടുകളുണ്ട്. നീ അത് ചെയ്യേ, അത് മതി. എന്റെ പൊന്നേട്ട, ഞാനിത് നേർന്നു പോയതാ. നേർന്ന വഴിപാടുകൾ മുടക്കുന്നത് പാപോ, ദേവി കോപിക്കും. ദേവി ഒന്നും കോപിക്കില്ല. ദേവി കോപിക്കുന്നത് ദുഷ്ടരോടാ. തിന്മകൾ ഇല്ലാതാക്കാനാ ദൈവങ്ങൾ അവതരിച്ചിരിക്കുന്നത് തന്നെ. നീ തിന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പ്രിയേ, നിന്റെ ശാരീരിക അവസ്ഥ നന്നായി അറിയാവുന്നതാ ഇവിടെ ഇരിക്കുന്ന ദേവിക്ക്. ആ ദേവി ഞങ്ങളെ കൊണ്ടിത് പറയിപ്പിക്കുന്നതാ. അങ്ങനെ കരുതിയാ മതി. എന്റെ പെണ്ണെ, നീ ഒരു രോഗിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏട്ടൻ പറയുന്നതല്ല. ഈ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി നീ ഇല്ലാത്ത അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാ? ഏട്ടാ, ക്ഷേത്രത്തില് വഴിപാടുകൾ നടത്തുന്നതേ ദേവി നമ്മളെ രക്ഷിക്കാനാ. ശയനപ്രദക്ഷിണം നടത്തിയ ദേവി എന്നെ ശിക്ഷിക്കില്ല. എനിക്ക് ഒരു കുഴപ്പവും വരില്ല. നല്ല ഉറപ്പുണ്ട് എനിക്ക്. പിന്നെ വേണ്ട, ഞങ്ങൾ പറയുന്നൊന്ന് നീ കേക്ക്. ക്ഷമിക്കണോ ഏട്ടാ, ഞാൻ നേർന്ന വഴിപാടാ. എനിക്കെന്തോ മനസ്സിലൊരു പേടി. ശരി, അപ്പോ എന്റെ വാക്ക് നീ കേക്കില്ലെന്നർത്ഥം. എന്റെ കൂടപ്പുറപ്പ് ഈ ഏട്ടൻ അത്രയ്ക്ക് വില തന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. അയ്യോ ഏട്ടാ, എന്താ ഇത്? ആന്റി, എന്താ പറ്റിയേ? എന്താ ടെൻഷനുള്ള പോലെ? ടെൻഷനാണല്ലോ എനിക്ക് ഏത് നേരത്തും. ഒന്ന് കഴിയുമ്പോ മറ്റൊന്നും, അത് കഴിയുമ്പോ വേറൊന്നും. ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നിനും ഒരു മാറ്റവും. എല്ലാം നമുക്കെതിരാ. ദേ, ഇപ്പോഴും പ്രസാദേട്ടൻ പെങ്ങളുടെ ഏതോ കാര്യത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് ഓടിയിരിക്കുക. അതെന്തിനാ ആന്റി? ആരെങ്കിലും നേര് പറയൂ. എന്തോ ശയനപ്രദക്ഷിണമെന്നോ മറ്റോ ഫോണി പറയുന്ന കേട്ടു. എനിക്കാണെങ്കി അത് മുഴുവനായിട്ട് മനസ്സിലായതുമില്ല. എന്തു കൂടോത്രോന്ന് ആർക്കറിയാം. ശയനപ്രദക്ഷിണം തന്നെയാ. അത് കഠിന വഴിപാട് വല്ലതും ആയിരിക്കും ആന്റി? ആയിരിക്കും. കഴുത്തേലൊരു മിന്നുമായിട്ട് നടക്കുന്ന അവളുടെ മകളെ എന്റെ മകന്റെ കഴുത്തേലേക്ക് എന്നേക്കുമായിട്ട് കെട്ടിവെക്കാനുള്ള വഴിപാട് തന്നെയാ. അതിലൊരു സംശയവും വേണ്ട. അവരൊക്കെ ഇപ്പോഴും എപ്പോഴും ഒന്നാ, ഞാൻ മാത്രം വേറെ. എന്നെ അവരെല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയിരിക്കുക.
ഇത്രയൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആന്റിയുടെ കൂടെ ഞാനില്ല ആന്റി. അവളൊക്കെ വിജയിച്ച മട്ടില്ല നടക്കുന്നത്. പരാജയം എനിക്കാണല്ലോ. അവളുടെ മുമ്പിൽ തോറ്റ് തകർന്നു നിൽക്കുക ഞാനിപ്പോ. ആന്റി വിഷമിക്കാതെ, ആന്റിക്ക് ഒരു പരാജയവും വരില്ല. കല്യാണം നടന്നു എന്ന് വെച്ച് ആന്റിയുടെ സമ്മതം ഇല്ലാതെ തുളസിക്ക് ഇവിടെ കയറി പറ്റാൻ കഴിയോ? ആന്റി അനുവദിക്കാതെ അവൾ ആദ്യേട്ടന്റെ ഭാര്യയാവോ? പടിയിറക്കി വിട്ടപ്പോ അമ്മ അവളും കൂടെ അങ്ങ് പോയില്ലേ? ആന്റി വിഷമിക്കാതെ, ആന്റി വിചാരിച്ച ഏത് കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ തളർന്നിരുന്ന ആന്റി തോറ്റുന്നേ എല്ലാവരും കരുതുള്ളൂ. പറയുന്നതിനൊരു അതിലുണ്ട്. എടോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ താൻ എന്നെ ഇങ്ങനെ ക്രൂശ്? എനിക്കൊപ്പം നിൽക്കാത്തതുകൊണ്ട്, എന്റെ സന്തോഷം മനസ്സിലാക്കാത്തതുകൊണ്ട്, എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അടർത്തി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എടോ, ഞാൻ ദുർഗയെ മനസ്സിലാക്കി ജീവിച്ച ഈ വീടൊരു സ്വർഗമാ. ഇനി അതല്ല, എന്നെ നേരെ ആക്കാനാണ് നിങ്ങളുടെ അനിയത്തിയുടെ ഉദ്ദേശമെങ്കിൽ പ്രസാദേട്ടാ, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. ആദിത്യന്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യം അറിഞ്ഞേ പറ്റൂ. അതെന്റെ ആവശ്യം മാത്രമല്ല, അവകാശമാണ്. എന്താടോ ഇത്രയ്ക്ക് മുഖവരുടെ ആവശ്യമുണ്ടോ? തനിക്ക് എന്താണെന്ന് അറിയേണ്ടെന്ന് വെച്ചാൽ ചോദിക്കേ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ തന്നോട് പറയാതിരിക്കില്ലല്ലോ. ഭാര്യയായ എന്നോട് പല രഹസ്യങ്ങളും മറച്ചുവെക്കുന്ന സ്വഭാവമാണല്ലോ ഈയിടെയായിട്ട് പ്രസാദേട്ടനുള്ളത്. ഈ വാക്ക് തർക്കം നിർത്തി തനിക്ക് എന്താണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ അത് ചോദിക്കേ. എനിക്ക് ധൃതിയുണ്ട്, ഓഫീസിൽ പോണം. ആതിരയുടെ ഡാഡി ചന്ദ്രദാസിനെ എങ്ങനെ എന്തു പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിപ്പെടുത്തു? ആര്? വേറെ ആരാ? പ്രസാദേട്ടൻ തന്നെ. ഞാൻ ചന്ദ്രദാസിനെ എന്തിനു ഭീഷണിപ്പെടുത്തണം? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭീഷണി ഇല്ലായിരുന്നെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആദിത്യനെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നിന്ന് ചന്ദ്രദാസ് ആതിരയെ തടയില്ലായിരുന്നു. ചന്ദ്രദാസ് നിങ്ങളെ ഭയപ്പെട്ടിരുന്നു. അതാണ് ആ തീരുമാനത്തിൽ നിന്ന് അയാൾ പിന്മാറിയത്. അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ എന്റെ മേലിൽ കെട്ടിവെക്കരുത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, കല്യാണത്തിന്ന് പിന്മാറ്റിച്ചിട്ടുമില്ല. നിങ്ങൾ തന്നെ അത് ചെയ്തത്. നിങ്ങളെ അത് ചെയ്യൂ. ദുർഗോ, ഞാൻ എന്റെ മനസ്സാവാച അറിയാത്ത കാര്യമായത്. താൻ വെറുതെ എന്നെ സംശയിക്കുക. സംശയമൊന്നുമല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭീഷണി ഇല്ലായിരുന്നെങ്കിൽ ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കുമായിരുന്നു. ദുർഗ, ആദിത്യനെ ആതിരയെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അത് സത്യമാണ്, തനിക്കറിയാവുന്ന സത്യം.
കാത്തുരക്ഷിക്കണേ. കുറ്റബോധം കൊണ്ട് എന്റെ മനസ്സുരുകയാണ്. എന്റെ മനസ്സിന് ശാന്തി തരണേ. ഒരു തെറ്റ് ഞാൻ പറഞ്ഞുപോയി. ഒരു ഡോക്ടർക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തെറ്റ്. ആ തെറ്റ് അതൊരു തെറ്റാണെങ്കിൽ എന്റെ നാവിൽ നിന്ന് വന്നുപോയി. എന്നെ ശിക്ഷിക്കരുത്. എന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും തരണം. ആദിയെക്കുറിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തത്. പക്ഷെ ആദിയും തുളസിയും ഒരുമിപ്പിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. കള്ളം പറഞ്ഞ് സ്വന്തം തൊഴിലിന്റെ പവിത്രതയെ ഞാൻ നശിപ്പിച്ചെങ്കിലും അതൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. കൃഷ്ണ, മാപ്പാക്കണം. സ്നേഹിച്ച രണ്ട് മനസ്സുകളെ ഒരുമിപ്പിക്കാൻ ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റാണെങ്കിലും അതിന്റെ പിന്നിലെ നന്മയെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം. ഇല്ലാത്ത കാര്യം പറഞ്ഞതിന്റെ പേരില് എനിക്ക് കുറ്റബോധമുണ്ട്. കൃഷ്ണ, എന്റെ ഈ തെറ്റ് പൊറുക്കണം. അസ്വസ്ഥമായി പോയ എന്റെ മനസ്സിന് സ്വസ്ഥത തരണം. കൃഷ്ണ, വന്നിരുന്നു. ചന്ദ്രദാസോ? എന്തിന്? ആതിരയെ വിട്ടുകൊടുത്തില്ലെന്ന പരാതി. അയാൾക്ക് അവളുമായി സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോണമെന്ന്. ന്യായമല്ലേ അയാള് പറയുന്നത്? അയാള് പറയുന്നതിൽ എന്താ തെറ്റ്? അവളെ പിടിച്ചു നിർത്തിയിരിക്കില്ലേ ഇവിടെ, കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട്. ജയ, കുടുംബ സമാധാനത്തെ കരുതി ഓരോ തവണ ക്ഷമിക്കുമ്പോഴും പ്രശ്നങ്ങൾ 10 മടങ്ങ് കൂടുക. പ്രധാന ഉപദ്രവം അപ്പച്ചയാ. അവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ കയറ്റാതിരുന്ന പകുതി സമാധാനം കിട്ടും. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ? അത് പിന്നത്തേക്ക് വെച്ചാ മറന്നുപോകും. ചോദിക്കും. വീട്ടിൽ വന്നപ്പോ ചന്ദ്രദാസിനോട് ഞാനത് ചോദിച്ചിരുന്നു. പക്ഷേ അയാൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ആതിരയുടെയും ആദിയുടെയും കല്യാണം മണ്ഡപം വരെ എത്തിയപ്പോഴാണ് ചന്ദ്രദാസ് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അതിന് തക്കതായൊരു കാരണം ഉണ്ടായിരിക്കുന്നു. ആ കാരണം എന്താണെന്ന് പ്രസയ്ക്ക് അറിയാമോ? എന്ത് കാരണം കൊണ്ടാണെങ്കിലും ജയ, നമ്മുടെ ആഗ്രഹം പോലെ ആദിയും തുളസിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. നമ്മൾ അത് നോക്കിയാ പോരെ? ആ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അതെ, ACP കൃഷ്ണപ്രസാദിന്റെ വൈഫിനോട് ആരെങ്കിലും വഴക്കിന് വന്നു? അതെ, ഈ സുന്ദരമായ മുഖത്തിങ്ങനെ ദേഷ്യം വരുമ്പോണ്ടല്ലോ, മലമുകളില് ഉരുൾപൊട്ടലുണ്ടാവുമ്പോ ഈ പുഴയില് കലക്കവെള്ളം ഉണ്ടാവുമല്ലോ, അതുപോലെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടും. വീട് പ്രസാദേട്ടാ, എനിക്കിതൊന്നും വലിയ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. ഏടോ, ഈ തമാശ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ നമുക്ക് വേണം. ഈ ചിരിയും തമാശയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിലുള്ള ഈ ഹോർമോൺ ലെവലിനെ ബാലൻസ് ചെയ്യും. മനസ്സിന്റെ ബാലൻസ് ആയിട്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കും. നീ ദുർഗേച്ചയായിട്ട് വഴക്കിട്ടോ? വഴക്കോ? കള്ളക്കഥ പറയാനൊന്നും നോക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ മായ എല്ലാം ഞങ്ങളോട് പറഞ്ഞു.
സത്യം പറ, നീ എന്തിനു ദുർഗേച്ചോട് വഴക്കിട്ടത്? അതിനൊരു കാര്യമില്ലമ്മേ. വഴക്കുണ്ടാക്കിയത് സത്യത്തിൽ ഞാനല്ല, ദുർഗാമ്മയാ. ഞാൻ എന്റെ ഡ്രസ്സുകൾ അയൺ ചെയ്യുകയായിരുന്നു. ദുർഗാമ്മയുടെ കാറിന് കടന്നു പോയാൻ സ്ഥലം ഉണ്ടായിട്ടും അവര് മനഃപൂർവ്വം എന്നോട് വഴക്കിടാൻ വേണ്ടി തന്നെ ഇന്ന്. വിശദീകരണം ഒന്നും വേണ്ട. ഇവിടെ നടന്നൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അപ്പുറത്തെ വീട്ടിലെ മായ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. നീ ഇതെന്തു ഭാവിച്ച മോളെ ഇങ്ങനെയൊക്കെ? ഇനി നിനക്ക് ദുർഗേച്ചോടുള്ള വൈരാഗ്യം ഒന്നും നിർത്താറായില്ലേ? ദുർഗേച്ചയെ നീ ഇനി ശത്രുവായിട്ട് കാണരുത്. അവര് നിന്റെ ഭർത്താവിന്റെ അമ്മയാ, അമ്മായി അമ്മ. ദുർഗാമ്മ എന്നോട് ആദ്യം വഴക്കിന് വന്നത്. ആയിക്കോട്ടെ, ദുർഗേച്ചിക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാ. എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അത് കേട്ടിട്ട് നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ? ദുർഗേച്ചിയോട് ഒപ്പം നിന്ന് നീയും തർക്കിക്കായിരുന്നെന്ന് കേട്ടല്ലോ. പിന്നെ എന്നോട് തട്ടിക്കയറാൻ വന്ന ഞാൻ എന്താ മിണ്ടാ നിക്കണോ? അവരെന്റെ അച്ഛന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. അതാ സത്യം. ഇങ്ങനെ അടുത്തിരുന്ന് വിളമ്പി തരണം, എന്നാലേ ആഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കൊള്ളാം. ഞാൻ എടുത്തരാം. ഇത് മുഴുവനും കഴിക്കണം. ഓക്കെ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നത്. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഓട്ടണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പുലർക്കാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടത്തിൽ ചെന്ന് മുന്തിരി വള്ളികൾ തളിർത്തൊന്ന് നോക്കാമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചരാം. എന്താ പ്രിയേ, എന്തു പറ്റി? വല്ലാത്തൊരു ആലോചന. പ്രിയെ, കാര്യം എന്താന്ന് പറയേ. ഏത് വിഷമവും പരസ്പരം ഷെയർ ചെയ്യുമ്പോ അതിന് പരിഹാരം ഉണ്ടാവും. ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ജയേട്ട. നമ്മുടെ മക്കള് ഇങ്ങനെ അവിടെ ഇവിടെയും 2 വീടുകളിലായി എത്ര നാളാ കഴിയ? കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ, പരസ്പരം കാണാൻ പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. അവർക്കും മോഹങ്ങളില്ലേ ജയേട്ട? ഇങ്ങനെ അന്യോന്യം അകന്ന് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാഞ്ഞിട്ടല്ല പ്രിയെ. ഏതു നേരവും നമ്മുടെ കുട്ടികളുടെ ഈ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് എന്റെയും ചിന്ത. എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. ദുർഗേച്ചി വിചാരിക്കണം, എന്നാലേ ഈ കുട്ടികളുടെ കാര്യത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവും. അതെങ്ങനെയാ? എത്ര പറഞ്ഞാല് തുളസി ഒന്ന് കേൾക്ക്. ഏത് വിധേനയും സ്നേഹിച്ച ദുർഗേച്ചിയുടെ മനസ്സ് മാറ്റിയെടുക്കല്ലേ വേണ്ടത്. അതിനു പകരം തമ്മി കണ്ട അപ്പം കീരിയും പാമ്പോ ഇവൾ ഒരാളും വിടവിട്ടുകൊടുക്കോ? നമുക്ക് പറയാനല്ലേ പറ്റൂ പ്രിയ. ഓമനിച്ച് വളർത്തിക്കൊണ്ട് ഇത്തിരി കുസൃതി കൂടുതലാ. ഇനി ശാസിച്ചും തല്ലി മാറ്റാൻ പറ്റുമോ? കതിരിന്മേൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് എന്താ കാര്യം? അതെ, എന്തുപറ്റി? നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കാഴ്ചപ്പാടിൽ അമ്മ ഏറ്റവും മോശക്കാരിയാണല്ലോ.
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപവും അതാ. എന്റെ സ്നേഹം ആരും മനസ്സിലാക്കില്ല. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ആരും അന്വേഷിക്കാറില്ല. എല്ലാവരുടെയും മുന്നില് ദുർഗ മോശക്കാരിയാണ്. അതേടാ, തെറ്റുകാരിയായി അമ്മ. നിന്നെ ഈശ്വരനോട് പ്രാർത്ഥിച്ച് വഴിപാടുകളും നേർച്ചകളും നടത്തി ഞാൻ നേടി. നിനക്കറിയാമോ, നിന്നെ അന്ന് സ്വന്തമാക്കാൻ നോക്കിയവളാ ഇന്ന് നിന്റെ മേൽ അവകാശം സ്ഥാപിച്ചിരിക്കുന്നത്. നീ എന്റെ മോന്, ഞാൻ പ്രസവിച്ച് ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മോൻ. എടാ, എനിക്ക് സ്നേഹിക്കാനേ അറിയൂ. നിന്നെ നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴേ ഞാൻ എന്തും പ്രവർത്തിച്ചു പോകൂടാ. എന്ത് ദുർമന്ത്രവാദവും എന്ത് കൊള്ളരുതായ്മയും ഞാനങ്ങ് ചെയ്തു പോകൂടാ. കാര്യം എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ്. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ, എന്നേക്കാൾ. അതി എന്നെ വെറുക്കല്ലേടാ നീ. അങ്ങനെ വല്ലതും വന്ന പിന്നെ ഞാൻ പിന്നെ ചെയ്യും. കുറച്ച് ദിവസമായിട്ട് തീരെ ഉറക്കമില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. പ്രിയ അങ്ങനെ തന്നെയാ, വെറുതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. ഇതൊക്കെ തന്നെ ജയ എന്റെ അവസ്ഥ. ഞാൻ ആരോടും ഇത് ഷെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആരോട് ഷെയർ ചെയ്യാൻ? ഷെയർ ചെയ്യേണ്ട ഇടതുഭാഗമാണല്ലോ ഈ കേസിൽ ഒന്നാം പ്രതി. അവളോട് ഈ പ്രശ്നം സംസാരിക്കാൻ ചെന്ന അറിയാലോ, ഇതിനൊരു അന്ത്യം വേണ്ടേ? അതാണ് പ്രസാദ് ഞാനും പറഞ്ഞു വരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ദേവമംഗലത്തുണ്ടാകുന്ന പ്രശ്നത്തിനൊക്കെ കാരണം ദുർഗേച്ചി മാത്രമല്ല, ദുർഗേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. പരദൂഷണം പമ്പ് ചെയ്യുന്ന പ്രധാനികളാ ആ 3 പേരും. മംഗളപ്പച്ചി, ആതിര, സുലു. ജയൻ പറയുന്നത് 100% കറക്റ്റാ, അതെനിക്കറിയാം. സംശയം വേണ്ട. ഈ 3 പേരുടെ സാമീപ്യം ആ കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവരെ ദുർഗേച്ചിയിൽ നിന്ന് അകറ്റണം. ഈ 3 പേരും കൂടിയാ ദുർഗേച്ചിയുടെ മനസ്സിലേക്ക് വിഷമെല്ലാം കുത്തി നിറയ്ക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ജയ, നീ പറയുന്നത് സത്യം തന്നെയാ. ദേവമംഗലത്ത് എപ്പോഴും ഗൂഢാലോചനകളാ ഈ 3 പേരും കൂടി. ഒരു കുടുംബം ഭദ്രമാക്കി കൊണ്ടുപോകേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ മാനസിക പൊരുത്തം കുടുംബത്തിന്റെ സമാധാനവും അവിടുത്തെ വെളിച്ചമൊക്കെ.